ജിയോ ചെഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കൃഷി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഒരു കൃഷി വീഡിയോ എന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൻ ചേമ്പ് നടുന്ന എങ്ങനെയാണെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, നടിയിൽ പരിപാടിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു ചെറുചേമ്പ് നടുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് പറഞ്ഞു കൊടുത്താലോ ആൾക്കാർക്ക്? തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇരിക്കുന്ന ഒരെണ്ണം ചെറുചേമ്പിൻ്റെ ഒരു തൈയാണല്ലേ? അത് തന്നെ. ഇത് താമരക്കണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ചെറു കണ്ണൻ ചേമ്പാണ്. കണ്ണൻ ചേമ്പെന്ന് പറയും. ഇതിപ്പോൾ ഞാൻ പായ് കിളിപ്പിച്ചാണ്. മഴയില്ലാഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ പായ് കിളിപ്പിച്ച് ഇപ്പം മഴ പെയ്ത് സമയമായതുകൊണ്ട് തിരിച്ച് നടുകയാണ്. അന്നേരം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഈ ഇലയുടെ ഭാരം കൊണ്ട് ഈ തണ്ടെല്ലാം കൂടെ ഒടിഞ്ഞ് ഇതായിട്ട് കിടക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല തെണ്ടിഞ്ഞങ്ങ് ഞുള്ളി കളയും. ഇതിങ്ങനെ കളയും. അന്നേരം ഇത് നേരെ നിന്നോളുകയും ചെയ്യും. അടുത്ത ഇല വരുന്ന ഉടനെ പുതിയ നാമ്പുകൾ വന്നിട്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് കിളിച്ച് കയറി വരികയും ചെയ്യും. ഇത് തെണ്ടിങ്ങനെ നമ്മൾ ചെറിയ വാരം എടുത്തിട്ടുണ്ട്. 3 എണ്ണം നെടുക നടാത്ത വിധത്തിലുള്ള വാരമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കുഴികൾ എടുത്തിട്ടുണ്ട്. ആ കുഴികളിലോട്ട് ഇത് നട്ട് തെണ്ടിഞ്ഞങ്ങ് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനി അടുത്ത വളം നമ്മളിടും. അതും ഞാൻ കാണിച്ചു തരാം. ഞാൻ സാധാരണ ഇടുന്നത് ആട്ടുംപുഴുക്കയാണ് ഇടുന്നത്. ഈ ആട്ടുംപുഴുക്ക തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കൈവശം ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ അതിടാം, കുഴപ്പമൊന്നുമില്ല. ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് എല്ലുപൊടി ഇടാം. എല്ലുപൊടി ഇട്ട് നട്ടാലും നല്ലപോലെ ഇത് ഉണ്ടാകുന്ന ചേമ്പാണ്. പക്ഷേ ഇത് മഴക്കാലം ആകുമ്പോഴാണ് സാധാരണ നടുന്നത്. അതായത് മലയാള മാസം എന്ന് പറയുമ്പോൾ മീനമാസത്തിലാണ് കണ്ണൻ ചേമ്പ് നടുന്നത്. അതായത് മീനത്തിൽ നല്ല മഴ കിട്ടുമെന്നുള്ളതാണ് സാരം പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുചേമ്പാണ് നടുന്നത്, അല്ലെങ്കിൽ കണ്ണൻ ചേമ്പെന്ന് പറയും. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ചേമ്പിനെന്ന് പറയുന്നത് കണ്ണൻ ചേമ്പാണ്. അതേപോലെ തന്നെ പുഴുങ്ങി ഉപയോഗിക്കാനും കറി വയ്ക്കാനും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നൊരു ചേമ്പിനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 രീതിയിൽ ഇവയുടെ വിത്തുകൾ നമുക്ക് നടാവുന്നതാണ്. ഒന്ന് ഇതുപോലെ പാകി കിളിപ്പിച്ച് ഇതുപോലെ കിളിപ്പെത്തിയിട്ട് നടാം. അല്ല എന്നൊരിൽ കിഴങ്ങായിട്ട് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ധാരാളം വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ കിഴങ്ങ് നടുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. ഇത് താമരക്കണ്ണൻ കണ്ണൻ ചേമ്പാണ്. നല്ല കണ്ണൻ ചേമ്പാണ്. വലിയ നല്ല ഉരുളിച്ച് വരുന്ന ചേമ്പാണ്. ഇതിപ്പം നമ്മൾ മുള ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഇതാണ് കിഴങ്ങ് നടുക എന്ന് പറയുന്നത്. ഇത് പാകി കിളിപ്പിച്ചാലും നമുക്ക് ശരിയാകും. നിങ്ങൾ ചെറിയ തോതിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ചട്ടിക്കകത്തോ ഗ്രോ ബാഗിനകത്തോ നട്ടെന്ന് പറഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്നതാണ്. അതിന് നമുക്ക് ഇടുന്ന വളമെങ്ങും മഴയത്ത് ഒഴുകി പോകുന്നില്ല, അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇതിന് തന്നെ കിട്ടുകയും ചെയ്യും, നല്ല വിളവും കിട്ടും. പക്ഷേ ഇതിന് ജലം എപ്പോഴും ആവശ്യമാണ്. ഇതിൻ്റെ തണ്ടിനകത്ത് ജലാംശം ആണ് ഇതിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് വറവ് കാലത്ത്. ഓക്കെ, അപ്പോൾ നട്ടാലോ? നടാം. നമ്മൾ മണ്ണിൽ നടുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ വാരം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അകലം ക്രമീകരിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 3 എണ്ണം നടുന്ന രീതിയിലാണ് കുഴി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ മുള നോക്കി നമ്മൾ അത് നടുക മാത്രമാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്. ഇപ്പം മണ്ണ് വെട്ടിക്കൂട്ടി വാരമാക്കി അതിനുശേഷം കുഴിയെടുത്തു, അതിലേക്ക് നമ്മുടെ വിത്തുകൾ മുളപ്പിച്ചതോ ഇങ്ങനെ വിത്തായിട്ടുള്ളതോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നടുന്നു. അതിനുശേഷമാണ് നമ്മൾ വളവും കാര്യങ്ങളും കൊടുക്കാനുള്ള പരിപാടി നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നട്ടിട്ട് വന്നാലോ? അപ്പോൾ അടുത്ത നമ്മൾ അടിവളം കൊടുക്കുന്ന പരിപാടിയാണ്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ആട്ടുംപുഴുക്കയാണ്. ആ തടത്തിന് ചുറ്റുമായിട്ട്, അതായത് നട്ടിരിക്കുന്ന കുഴിക്ക് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ഓരോ കൈവീതം വാരിയിടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അടിവളം ഏതാണോ അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നിട്ട് തീർത്തിട്ട് വരാം. ഇനി ഇതിനെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പുതയിലിടുക എന്ന് പറയും. അതായത് ഇത് ഒന്നീ കരിയില വാരിയിട്ട് തടത്തിലിടാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പച്ചില വെട്ടി ഇങ്ങനെ ഇടാം. അത് അവരവർക്ക് എന്തോ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പുതയിലിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് കിളിച്ച് ഒരു 2-3 ഇല പരുവായി കഴിയുന്നോടെ തോല് വെക്കും. തോല് വെക്കുന്ന സമയത്ത് നമ്മൾ അരികിൽ നിന്ന് മണ്ണ് വെട്ടി അതിൻ്റെ ചോട്ടിലോട്ട് ഇടത്തേളി. ഇപ്പം മണ്ണ് നമ്മൾ ഇടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയുള്ള പരിപാടി ചെയ്യണ്ടല്ലേ? അത് നട്ടു, അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അടിവളം എന്താണെന്നോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊടുത്തു, അതിൻ്റെ മുകളിൽ തോല് വെച്ചു. ഇത്രയുള്ള പരിപാടി. ഇനി കിളിച്ച് കയറിയതിന് ശേഷമാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ചോദിക്കാം, ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭ്യമാകുമെന്ന്. നിങ്ങൾക്ക് ഒന്നിൽ ഇത് നടീൽ വസ്തു തന്നെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്നൊരിൽ നമുക്കാണെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി കടയിൽ നിന്നും
നമുക്ക് കിട്ടുന്നത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ധാരാളം ആൾക്കാർ നമ്മൾ കൊണ്ട് ഇറക്കി ചോദിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് ഏത് വെറൈറ്റിയാണോ ഏത് ഇനമാണ് നല്ല കായ്ബലം തരുന്നതാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിന് 1-2 മൂട് ചെയ്യുന്നതിന് വേറെ ഒന്നും കിട്ടുന്നില്ല എന്നൊരിൽ നമുക്കത് ചെയ്യുന്നതിനും വലിയ പാടൊന്നുമില്ല. കണ്ണൻ ചേമ്പ് കൃഷി ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അധിക വളവും കാര്യങ്ങളും അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. 2 വളം മാത്രം കൊടുത്താൽ മതി. അതിനെക്കുറിച്ചൊക്കെയുള്ള അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ണൻ ചേമ്പിൻ്റെ നടിയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.